പെട്ടെന്ന് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് കൂദാശകൾ സ്വീകരിച്ച മാമോദീസ, സ്ഥൈര്യലേപനം, പരിശുദ്ധ കുർബാന, ഈ കൂദാശകളൊക്കെ സ്വീകരിക്കുന്ന, പൗരോഹിത്യം ഒക്കെ സ്വീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ ഓൾറെഡി കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്, ഇനി എന്തിനാണ് പുതിയൊരു പരിശുദ്ധാത്മാവ്? അതായത് നമ്മൾ എന്തിനാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളതാണല്ലോ, സത്യമാണത്. അപ്പോൾ ഇതിനകത്തൊരു വ്യക്തത വരുത്താൻ വേണ്ടി 2 തരത്തിലുള്ള പരിശുദ്ധാത്മാ അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് 2 ഡയമെൻഷനുണ്ട്, 2 എക്സ്പീരിയൻസ് ഉണ്ട്, 2 അനുഭവമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വ്യക്തത വരുന്നത് നല്ലതാണ്. അപ്പസ്തോലന്മാരെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിനെ 2 വിധത്തിൽ സ്വീകരിച്ചവരാണ്. യോഹന്നാൻ 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചിരുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ മധ്യേ നിന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കരങ്ങളും പാർശ്വവും അവരെ കാണിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വളരെയധികം സന്തോഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, അവൻ അവരെ അടുത്ത് വിളിച്ച് അവരുടെ മേൽ ഊതിക്കൊണ്ട് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഈസ്റ്റർ ഞായറാഴ്ചയാണ്. അപ്പോൾ 1-ാമത്തെ ഞായറാഴ്ച, ഈസ്റ്റർ ഞായറാഴ്ച, ഉത്ഥാനത്തിന്റെ ഞായറാഴ്ച, അന്ന് സംഭവിച്ചത് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ അന്ന് സ്വീകരിച്ചു. അങ്ങനെ അന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അതേ ശിഷ്യന്മാരോടാണ് ഈശോ പറയുന്നത്, ഉന്നതത്തിൽ നിന്ന് പിതാവിന്റെ വാഗ്ദാനം ഞാനിതാ നിങ്ങളുടെ മേൽ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ടുപോകരുത്. പെന്തക്കോസ്തിക്ക് വേണ്ടി, മറ്റൊരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഒരു ഞായറാഴ്ച ഇവർ ഓൾറെഡി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അങ്ങനെ ഓൾറെഡി പരിശുദ്ധാത്മാവിനെ, കാരണം അവരെ അടുത്ത് വിളിച്ച് ഈശോ അവരുടെ മേൽ ഊതിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഈശോ അവരെ അഭിഷേകം ചെയ്തു. അതേ ശിഷ്യന്മാരോടാണ്, അപ്പസ്തോലന്മാരോടാണ് ഈശോ പറയുന്നത്, നിങ്ങള് ഇത് പോരാ, ഇനി അടുത്ത ഒരു ഞായറാഴ്ച കൂടി വരാനുണ്ട്. ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്ന ഞായറാഴ്ച. എന്താണ് ഈ വ്യത്യാസം? സമയം എടുത്ത് പറയേണ്ടതാണ്, ഓടിച്ച് പറയുകയാണ്, ശ്രദ്ധിച്ചിരുന്ന പിടികിട്ടും. അതായത് ആദ്യത്തെ ഞായറാഴ്ച കിട്ടിയത് ജീവൻ, 2-ാമത്തെ ഞായറാഴ്ച കിട്ടാൻ പോകുന്നത് ശക്തി. ഈസ്റ്റർ ഞായറാഴ്ച ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് ഈശോ കൊടുത്തത് ദൈവിക ജീവൻ. 2-ാമത്തെ ഞായറാഴ്ച പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അവരിൽ നിറച്ചത് ദൈവിക ശക്തി. രണ്ടാണ്. ദൈവിക ജീവൻ കത്തോലിക്ക വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവിക ജീവൻ നമ്മുടെ മേൽ ദൈവം ഊതിക്കയറ്റുന്നത് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയുമാണ്, പ്രാരംഭ കൂദാശകളിലൂടെയാണ്. ഇത് പെട്ടെന്ന് വ്യക്തമാവാൻ വേണ്ടി, ജീവനാണ് കിട്ടുന്നതെന്ന് തെളിവ് കിട്ടാൻ വേണ്ടി, ബൈബിളിൽ മറ്റെവിടെങ്കിലും ആരുടെയെങ്കിലും മീതെ ദൈവം ഇങ്ങനെ ഊതുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ മണ്ണുകൊണ്ട് ആദത്തെ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിൽ ദൈവമായ കർത്താവ് ജീവശ്വാസം ഊതിക്കയറ്റി. അപ്പോൾ അടുത്ത വചനം എങ്ങനെയാണ്? അപ്പോൾ ആദം ജീവനുള്ളവനായി തീർന്നു. ജീവൻ. അപ്പൊ 12 അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ച് ഈശോ അവരുടെ മേൽ ഊതി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ ഊതിയ അതേ ശ്വാസം, അതേ ദൈവം, അതേ ശ്വാസം ഉൽപ്പത്തിയിൽ മണ്ണുകൊണ്ട് മനഞ്ഞെടുത്ത മനുഷ്യന്റെ മേൽ ഊതുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ നിറയുകയാണ്. എന്നാൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തു, ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി. ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ ആ ദൈവിക ജീവൻ തിരിച്ചു തരാനായി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ദൈവിക ജീവൻ തിരിച്ചു കിട്ടി. അതാണ് ഉത്ഥാനത്തിന് ശേഷം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരുടെ മേൽ ഊതി. ഉൽപ്പത്തിയിൽ ആദത്തിന് കിട്ടിയത്, ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആദം നഷ്ടപ്പെടുത്തിയത്, 2-ാമത്തെ ആദം കാൽവരി കുരിശിൽ, കുരിശുമരം നാട്ടപ്പെട്ട തോട്ടത്തിൽ മരത്തിന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ സ്വന്തമാക്കിയ ആ ദൈവിക ജീവൻ, മാനവരാശിക്ക് വേണ്ടി അവൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച ആ ദൈവിക ജീവൻ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കയറ്റി. അതാണ് 1-ാമത്തെ ഞായറാഴ്ച. പ്രിയപ്പെട്ട മക്കളെ, ഈ ആദ്യ ഞായറാഴ്ചയിലെ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം, പരിശുദ്ധ കുർബാന, പ്രാരംഭ കൂദാശകളിലൂടെ നമ്മളിൽ ഈ ജീവൻ ഉണ്ട്.
ഉണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. പോരാ, ശക്തി വരാനുണ്ട്. ഉന്നതത്തിൽ നിന്നതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളുടെ മേൽ എന്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി കിട്ടുന്നത് വരെ. ആ വാക്ക് ഓർത്തോണം, അവിടെ എല്ലാം പറയുന്നത് ശക്തി, ശക്തി, പവർ. പവർ കിട്ടുന്നത് വരെ നഗരം വിട്ട് പോകരുത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ട് പോകരുത്. പ്രിയപ്പെട്ട മക്കളെ, രണ്ടാമത്തെ ഒരു അഭിഷേകമുണ്ട്. ഒരേ പരിശുദ്ധാത്മാവാണ്, തെറ്റിദ്ധാരണ വരരുത്. ആദ്യത്തെ ദിവസം വന്നത് വേറൊരു പരിശുദ്ധാത്മാവ്, അത് ഡ്യൂപ്ലിക്കേറ്റ് പരിശുദ്ധാത്മാവ്. ഇപ്പൊ വരാൻ പോകുന്നത് ഒറിജിനൽ പരിശുദ്ധാത്മാവ്, മറ്റേത് പ്ലാസ്റ്റിക് പരിശുദ്ധാത്മാവ്, ഇതാണ് ഒറിജിനൽ. അതൊന്നും അല്ല, ഒരേ പരിശുദ്ധാത്മാവ്. പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിനകത്ത് വെള്ളമാണ്, വെള്ളം. ഈ വെള്ളം കുടിക്കാനുള്ള വെള്ളമാണ്. ഇത് ഞാൻ കുടിച്ചു. അപ്പോൾ ഞാൻ കുടിച്ച വെള്ളം, ഈ ഗ്ലാസ്സിനകത്തിരുന്ന വെള്ളം ഞാൻ കുടിച്ചു. കുടിച്ചപ്പോൾ ആ കുടിച്ച വെള്ളം ഇപ്പോൾ എവിടെയാണ്? എന്റെ ഉള്ളിൽ. അപ്പൊ എന്റെ ഉള്ളിലേക്ക് ഇത് വന്നു. ഉള്ളിലേക്ക് വരുന്നതൊക്കെ ഭക്ഷണം, വെള്ളം ഒക്കെ നമ്മുടെ ജീവനെ നിലനിർത്താനുള്ളതാണ്. ഉള്ളിലേക്ക് വന്നു. ഒരേ വെള്ളമാണ്, ഇതേ വെള്ളം തീർന്നിട്ടില്ല. വെള്ളം ഇനിയുണ്ട്, എനിക്ക് ഇനിയും കുടിക്കാം. പക്ഷെ ഞാൻ ഇനി കുടിക്കില്ല, കാരണം എനിക്കിനി വേണ്ട. ഇപ്പോൾ എനിക്കിനി കുടിക്കുക അല്ല വേണ്ടത്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാണ്, അന്നേരം ഞാൻ കുളിച്ചതാണ്. പിന്നെ ഇതുവരെ ഞാൻ കുളിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ധ്യാനകേന്ദ്രത്തിൽ കഴിഞ്ഞിട്ട് മടുത്ത് ഇത്തിരി കിടക്കാതെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ വരേണ്ട സമയം എപ്പോഴാണ് ഉണർന്നത്. അപ്പോ കുളിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളാന്നുണ്ട്, ഞാൻ ഒന്ന് കുളിച്ചോട്ടെ. ഇപ്പൊ ഈ വെള്ളം ഞാൻ കുടിച്ചു. വെള്ളം, ഗ്ലാസ്സിനകത്തെ വെള്ളം ഞാൻ കുടിച്ചു. അപ്പൊ എനിക്ക് കുടിച്ചപ്പോ എനിക്ക് സന്തോഷമായി. പക്ഷെ ഒന്ന് കുളിച്ചാലുണ്ടല്ലോ, കുടിയും കുളിയും രണ്ടാണ്. കുടിച്ചാൽ ജീവൻ നിലനിൽക്കും, നീ മരിക്കത്തില്ല, നിത്യത കിട്ടും. മരിക്കത്തൊന്നുമില്ല, ജീവൻ. നീ കുടിച്ചാലുണ്ടല്ലോ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ കുടിച്ചപ്പോ അതകത്ത് അത് ജീവനാണ്, ജീവനാവും. പക്ഷേ കുളിച്ചാലുണ്ടല്ലോ അത് വേറെയാണ്. ഇപ്പൊ ഒന്ന് കുളിച്ചാലുണ്ടല്ലോ, എന്റെ അമ്മേ, അത് തരുന്നൊരു സുഖം ഭയങ്കരമാണ് കുളിച്ചാൽ. അപ്പോ ഇതേ വെള്ളം, സെയിം വെള്ളം, ആ വെള്ളം ഞാൻ കുടിച്ചു, ജീവനായി. ആ വെള്ളം ഞാൻ തലവഴി കുളിക്കാൻ പോവാണ്. ഈ ഗ്ലാസ്സിനകത്തെ വെള്ളമായതുകൊണ്ടാണ്. ഇത് വലിയ വലിയ ബക്കറ്റിനകത്തെ വെള്ളമാണെങ്കിൽ അതിങ്ങനെ കോരി വേണ്ട. നയാഗര വെള്ളച്ചാട്ടത്തിന്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ അതിങ്ങനെ തലേ വീണ് കുളിച്ച് അങ്ങനെ കുളിച്ച് നിൽക്കുന്നത് അത് രണ്ടാമതൊരു അനുഭവമാണ്. ഒരേ വെള്ളം ആദ്യം ഞാൻ കുടിച്ചു, രണ്ടാമത് ഞാൻ കുളിച്ചു. ഒരേ വെള്ളം മാമോദീസായിൽ നീ കുടിച്ചു, പെന്തക്കോസ്തിയിൽ നീ കുടിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഒരേ പരിശുദ്ധാത്മാവ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വേറൊരു അനുഭവം ഉണ്ട്, അതറിയണം. വേറെ ഭ്രാന്ത് പിടിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി നടക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് കുളിച്ചവരാണ്. കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് കുടിച്ചവരല്ല, കുളിച്ചവരാണ്. അവർ കുടിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറയാണ്, വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇത് കുളിക്കണം. പരിശുദ്ധാത്മാവാകുന്ന ഈ നദിയിൽ കുളിക്കണം. ആ നദിയിൽ, അതിനെക്കുറിച്ചാണ് എനിക്ക് പണ്ട് പാടുമ്പോഴൊക്കെ ഭയങ്കര ആക്ഷേപം തോന്നിയിരുന്നൊരു പാട്ടുണ്ട്. മുട്ടോളമല്ല അരയോളം പോരാ, അല്ലെ? എന്തോ ഒരു നാണം കെട്ട പാട്ടാന്ന് പലതവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മുട്ടോളം അല്ല അരയോളം പോരാ, അതോളം വൃത്തികെട്ട പാട്ട്. അത് ബൈബിൾ വായിക്കാത്ത കാലമായിരുന്നു, അതുകൊണ്ടാ വൃത്തികേടാൻ തോന്നിയത്. പിന്നീട് ബൈബിള് വായിച്ചു തുടങ്ങിയപ്പോ എസെക്കിയേൽ 47 ഈ സംഭവം, ഈ പാട്ടിന് ആധാരമായ സംഭവം. എസെക്കിയേൽ 47 ദേവാലയത്തിന്റെ പൂമുഖത്ത് കർത്താവ് എസെക്കിയേലിനെ കൊണ്ടുവന്ന് നിർത്തി. എസെക്കിയേലിനോട് ദൈവം പറയുകയാണ്, പ്രവാചക കണ്ണു തുറന്നു നോക്കിയേ. പ്രവാചകൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ദേവാലയത്തിന്റെ കിഴക്കേ ഭാഗത്തെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ അരുവി ഒഴുകി വരുന്നു. സമയമില്ല വിശദീകരിക്കാൻ. ഈ നദി എന്നൊക്കെ പറഞ്ഞാൽ യഹൂദന് വീക്ക്നെസ് ആണ്, കാരണം അവന്റെ നഗരത്തെ നനച്ചുകൊണ്ട് നദിയില്ല. അതുകൊണ്ട് ഈ നദി ഒഴുകി വരുന്നത് കണ്ടപ്പോ പ്രവാചകന് ഭയങ്കര സന്തോഷം. അങ്ങനെ പ്രവാചകൻ ഈ നദീപ്രവാഹത്തിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോ ദൂതൻ പറഞ്ഞു, 1000 മുഴം മുന്നോട്ട് നടക്കുക. അപ്പോ പ്രവാചകൻ മുന്നോട്ട് നടന്നു, 1000 മുഴം മുന്നോട്ട് നടന്നു. അപ്പൊ ദേ കാൽപാദങ്ങളെ ഈ നദി നനച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, വീണ്ടും മുന്നോട്ട് പോവുക. അപ്പൊ മുന്നോട്ട് നടന്നു, 1000 മുഴം മുന്നോട്ട് നടക്കുമ്പോൾ മുട്ടോളം വെള്ളമായി. പ്രവാചകനോട് ദൈവം പറഞ്ഞു, മുന്നോട്ട് നടക്കുക. അപ്പോൾ അരക്കൊപ്പം വെള്ളമായി. പ്രവാചകനോട് ദൈവം പറഞ്ഞു, വീണ്ടും മുന്നോട്ട് നടക്കുക. തോളപ്പം വെള്ളമായി. പ്രവാചകനോട് ദൈവം പറഞ്ഞു, വീണ്ടും മുന്നോട്ട് നടക്കുക. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നീന്തിയാ പോലും കടക്കാൻ പറ്റാത്ത ആഴമുള്ള ഒരു മഹാപ്രവാഹമായിട്ട് അത് മാറി.
പ്രിയപ്പെട്ട മക്കളെ, വേണമെങ്കിൽ നിനക്ക് കാല് നനച്ച് നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇതിനകത്ത് കുളിച്ച് മുങ്ങിക്കിടക്കാം. നിന്റെ ചോയ്സ് ആണിത്. രണ്ടും രണ്ടാണ്. കാല് നനയ്ക്കുന്നതൊന്ന്, കുളിച്ച് നീന്തുന്നത് വേറൊന്ന്.